ഈ ഫംഗസ് എന്ന് പറയുമ്പോൾ അടി തൊട്ട് മുടി വരെ വരുന്ന ഒരു സാധനമാണെന്ന് ഞാൻ പറയും. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് കാണുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, വയറിൽ പൂപ്പലിന്റെ അണുബാധ എന്ന് പറയുമ്പോൾ കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു അലമാരിയിൽ പൂപ്പൽ വരും. അപ്പൊ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഫംഗസും കയറിക്കൂടും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്ന സിംറ്റം എന്ന് പറയുന്നത് ലൂസ് മോഷൻ ആയിരിക്കും. ഈ ലൂസ് സ്റ്റൂൾസ് വരുമ്പോൾ അവർ പറയും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ 3 പ്രാവശ്യമൊക്കെ പോകും. 3 പ്രാവശ്യം പോകുന്നത് അത് അത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയല്ല. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുമ്പോൾ അപ്പം ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്നു. ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ അത് ട്രിഗർ. അപ്പൊ അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. ഈ പറഞ്ഞ വ്യക്തിക്ക് സ്കിന്നിന് ഭയങ്കര ചൊറിച്ചിലാണ്, അതേപോലെ തന്നെ അവർക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് സൈനസൈറ്റിസ് ഉണ്ട്, എഴുന്നേറ്റ ഉടനെ കുറെ തുമ്മൽ തുമ്മും. ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അവർ ട്രീറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ഫംഗസിനെയാണ്. അപ്പൊ നല്ല രീതിയിൽ കുടലിലേക്ക് പ്രോബയോട്ടിക് കൊടുത്ത് കൾച്ചർ ചെയ്ത് നല്ല ഡയറ്റും ഫംഗസിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സിംറ്റംസ് എല്ലാം തന്നെ